സോ നമ്മൾ ക്ലാസ് 10 CBSE ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ചാപ്റ്റർ കൂടിയാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ കോൺസെപ്റ്റ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം. നമ്മൾ എന്ത് ചെയ്തില്ല, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, വൺ ഷോട്ട് വിഷനിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ PYQ സീരീസിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാണ്. സോ നിങ്ങൾക്ക് ആവശ്യം ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ ലൈവ് കണ്ടു നോക്കുക. സോ ഇവിടെ മാത്രം എന്താണ് തിയറീസും അതേപോലെ ഫോർമുലാസും കോൺസെപ്റ്റും മാത്രമാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ചാപ്റ്ററിലേക്ക് പോവുകയാണ്. കോർഡിനേറ്റ് ജോമെട്രി പറയുന്ന സമയത്ത്, ഈ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. റീക്യാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 9th പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ 9th CBSE പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തെടുക്കാം. മക്കൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതായത് ഒരു പോയിന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ x,y ആണ് ഒരു പോയിന്റ് ഉണ്ടാവുക അല്ലെ. എപ്പോഴും പോയിന്റിൽ ഒന്നാമത്തെ ആൾ എന്താണ്, X കോർഡിനേറ്റും രണ്ടാമത്തെ ആള് Y കോർഡിനേറ്റുമാണ്. ഇത് X കോർഡിനേറ്റ് ആണ്, രണ്ടാമത്തെ ആളെ Y കോർഡിനേറ്റ് ആണ്. ഒന്നാമത്തെ ആളെ എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അബ്സിസ എന്ന് കൂടി വിളിക്കാറുണ്ട്. രണ്ടാമത്തെ Y കോർഡിനേറ്റ് അല്ലേ മക്കളെ, അവരെന്ത് വിളിക്കാറുണ്ട്, ഓർഡിനേറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അബ്സിസ ആൻഡ് ഓർഡിനേറ്റ്. പിന്നെ X കോർഡിനേറ്റ് ആൻഡ് Y കോർഡിനേറ്റ്. അതേപോലെ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കാര്യം, ഏതൊരു പോയിന്റും അത് X ആക്സിലെ പോയിന്റ് ആണെങ്കിൽ, ഒരു പോയിന്റ് X ആക്സിസിലാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ആ പോയിന്റിന്റെ Y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ X ആക്സിൽ മക്കൾ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ X കാണും, പക്ഷെ എന്തുണ്ടാവില്ല, Y കാണില്ല. അതേപോലെ നിങ്ങൾ എടുക്കുന്നത് Y ആക്സിലെ പോയിന്റ് ആണെങ്കിലോ അവിടെ Y ഉണ്ടായിരിക്കും, ആര് കാണില്ല, X ഉണ്ടായിരിക്കില്ല, X 0 ആയിരിക്കും. സോ മനസ്സിലാക്കുക, X ആക്സിലെ പോയിന്റില് Y 0 ആയിരിക്കുമെന്നും Y ആക്സിലെ പോയിന്റില് X 0 ആയിരിക്കുമെന്നും നിർബന്ധമായിട്ട് പഠിക്കുക. ആവശ്യമുണ്ട്, ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഉപയോഗിക്കാനുണ്ട്. സോ ഈ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, വിച്ച് ഈസ് ഡിസ്റ്റൻസ് ഫോർമുല. വെരി സിമ്പിൾ ഫോർമുലയാണ്. എന്റെ കയ്യിൽ 2 പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റ് x1 y1 രണ്ടാമത്തെ പോയിന്റ് x2 y2 ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് എന്ന് പറയുമ്പം റൂട്ട് ഓഫ് എന്താണ് മക്കളെ, രണ്ടിന്റെയും എക്സുകൾ തമ്മിലെ ഡിഫറൻസിന്റെ സ്ക്വയർ പ്ലസ് രണ്ടിന്റെയും വൈകൾ തമ്മിലെ ഡിഫറൻസിന്റെ സ്ക്വയർ ആണ്, വിച്ച് ഈസ് റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ആണ്. നിങ്ങൾ ഇങ്ങനെ എടുക്കുന്നതിന് പകരമായിട്ട് x2 മൈനസ് x1 ആണോ മിസ്സേ, x1 മൈനസ് x2 ആണോ എടുക്കേണ്ട ഡൗട്ട് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ ഡൗട്ടിന് ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെ എടുത്താലും എന്താണ് ഇവിടെ ഓക്കെ ആണ്. ഈ ഇക്വേഷനും ശരിയാണ്, ഈ ഇക്വേഷനും ശരിയാണ്. നിങ്ങൾ x2 മൈനസ് x1 എടുത്താലും x1 മൈനസ് x2 എടുത്താലും ആൻസർ റിമെയിൻസ് സെയിം തന്നെയാണ്. റൂട്ട് ഒന്നും ഉണ്ട്, സ്ക്വയർ ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും എന്താണ്, ആൻസറിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ വേണ്ടി പോണില്ല. സോ മക്കളെ ആൻസർ എന്തായാലും എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. ആർക്കും എന്താ ആവശ്യമില്ല, ഒരു ഡൗട്ടിന്റെ പോലും ആവശ്യമില്ല. അപ്പൊ 2 ഇക്വേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയറും എന്താണ്, ശരിയായിട്ടുള്ള അതേ ഇക്വേഷൻ തന്നെയാണ്. ആൻഡ് മൂവിങ് ടു ദ മെയിൻ തിങ് വിച്ച് ഈസ് നിങ്ങൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്. അതായത് എന്റെ കയ്യിൽ ഒരു പോയിന്റ് എന്താണ് x, y രണ്ടാമത്തെ പോയിന്റ് ഒറിജിനും ആണെങ്കിൽ, ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആ പോയിന്റിന്റെ X കോർഡിനേറ്റും Y കോർഡിനേറ്റും എന്താണ് 0 ആയിരിക്കും, വിച്ച് മീൻസ് 0,0 ആയിരിക്കും പോയിന്റ് വരിക. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് ഒറിജിൻ എന്ന് പറയുമ്പോൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എന്താണ്, ആ ഉള്ള പോയിന്റ് ഏതാണോ അതിന്റെ X സ്ക്വയർ പ്ലസ് അതിന്റെ Y സ്ക്വയർ ആണ്. അതായത് X കോർഡിനേറ്റിന്റെ സ്ക്വയർ പ്ലസ് Y കോർഡിനേറ്റ് സ്ക്വയർ. അതായത് ഒറിജിൻ പോയിന്റിന് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ ഉള്ള പോയിന്റ് ഏതാണോ ആ ഉള്ള പോയിന്റിന്റെ എക്സിന്റെ സ്ക്വയർ എടുക്കുക, വൈന്റെ സ്ക്വയർ എടുക്കുക, സമ്മ ചെയ്യുക, റൂട്ട് എടുക്കുക. അതാണ് മക്കളെ എന്താ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് ഒറിജിൻ വരെ. ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുപരിചയമുള്ള കൊലിനിയർ കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മുടെ അടുത്ത് പറയുവാണ്, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ചോദിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ചെക്ക് ദ കൊലിനിയറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പോയിന്റ്സ് മക്കൾ കണ്ടോടാ. ഈ 3 പോയിന്റ്സ് ഞാൻ പറയുവാണ്, ദി ആർ കൊലീനിയർ. എങ്ങനെ മനസ്സിലായി എനിക്ക്? ഈ 3 പോയിന്റ്സും ഒരു ലൈനിലുള്ള പോയിന്റ് ആയതുകൊണ്ട്, ഒരു ലൈനിൽ ലൈ ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ കൊലീനിയർ അല്ലെ, കൊലീനിയർ പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യടാ, നമുക്ക് എങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റും, എങ്ങനെ മനസ്സിലാവും കൊലീനിയർ ആണോ അല്ലയോ എന്നുള്ള കാര്യം. സോ നിങ്ങളുടെ AB പ്ലസ് BC ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് AC ലഭിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, Aയും Bയും Cയും കൊലീനിയർ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. മക്കൾ എങ്ങനെ AB ഫൈൻഡ് ചെയ്യുക? നിങ്ങൾക്ക് A എന്ന് പറയുന്ന ഒരു പോയിന്റ് ഗിവൺ ആയിരിക്കും ഇവിടെ, x1 y1 ഗിവൺ ആയിരിക്കും. B പറയുന്നത് x2 y2 ഗിവൺ ആയിരിക്കും. C പറയുന്ന x3 y3, അങ്ങനെ 3 പോയിന്റ്സ് ഗിവൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, AB മക്കൾ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. BC എന്ത് ചെയ്യുക, അതേപോലെ കണ്ടുപിടിക്കുക. അതേപോലെ Aയും Cയും തമ്മിൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പൊ AB ആയി, BC ആയി, AC ആയി.
നിങ്ങൾ എ ബിയും ബി സിയും നമുക്ക് കൂട്ടി നോക്കുന്ന സമയത്ത് എ സി കിട്ടുവാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് പറയാം, ഈ 3 പോയിന്റ്സും കൊലീനിയർ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇതാണ് കോൺസെപ്റ്റ്. അടുത്ത കാര്യം ചോദിക്കുന്നത് ഐസോസിലസും റൈറ്റ് ട്രയാങ്കിളുമാണ്. ഇപ്പൊ ചോദിക്കുന്ന നമ്മളെടുത്ത് 3 പോയിന്റ്സ് തരും. ദാറ്റ് ഈസ് ഒരു പോയിന്റ് x1 y1, ഒന്ന് x2 y2, ഒന്ന് എന്താണ് x3 y3 തരും. ഇത് അവർ പറയും നമ്മളെടുത്ത് ഐസോസിലസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഏതെങ്കിലും 2 സൈഡ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. സോ ഇവിടെയുള്ള ഈ ട്രയാങ്കിളിൽ 3 സൈഡ്സ് ഉണ്ട്, എ ബി, ബി സി ആൻഡ് എ സി. ഇതിൽ ഏതെങ്കിലും 2 സൈഡ്സ്, ഫോർ എക്സാമ്പിൾ എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിലോ ബി സിയും എ സിയും ഈക്വൽ ആണെങ്കിലോ അത്തരത്തിൽ ഏതെങ്കിലും 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസോസിലസ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മക്കൾ എന്താ ചെയ്യുക, സൈഡ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ആവശ്യം എ ബി എന്ന് പറയുന്ന സൈഡ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എടുത്താൽ മതി. ബി സി ആണെങ്കിലോ ബിറ്റ്വീൻ ബി ആൻഡ് സി എടുത്താൽ മതി. സെയിം ഫോമുല തന്നെയാണ്, ഫോമുലക്ക് മാറ്റമൊന്നുമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഏതെങ്കിലും ഐസോസിലസ് ആയിരിക്കും അല്ലെ. അടുത്ത കാര്യം എന്താ പറഞ്ഞത്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. മക്കൾ എന്ത് ചെയ്യുക, പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അതായത് നമ്മൾ റൈറ്റ് ട്രയാങ്കിളില് 2 സൈഡ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം ആണ് മക്കളെ മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ എങ്കിൽ, അതായത് ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ എങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ഇറ്റ്സ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ എ ബി എന്ന് പറയുന്ന സൈഡ് കണ്ടുപിടിക്കുന്നു, ബി സി ഫൈൻഡ് ചെയ്യുന്നു. എ ബി സ്ക്വയർ പ്ലസ് എന്ത് ചെയ്യുന്നു, ബി സി സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എ സി സ്ക്വയർ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം, റൈറ്റ് ട്രയാങ്കിൾ എന്ന് ഉറപ്പിക്കാം. എ ബി ഫൈൻഡ് ചെയ്യാൻ ഡിസ്റ്റൻസ് ഫോർമുല, ബി സി ഫൈൻഡ് ചെയ്യാൻ ഡിസ്റ്റൻസ് ഫോർമുല, എ സി ഫൈൻഡ് ചെയ്യാൻ ഡിസ്റ്റൻസ് ഫോർമുല എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇത്തരത്തിൽ പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രം എന്ത് പറയാം, ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. സോ മൂവിങ് ടു നെക്സ്റ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്താണ്, സെക്ഷൻ ഫോർമുലയാണ്. അതായത് നമ്മുടെ കയ്യിൽ 2 പോയിന്റ് ഉണ്ട്, x1 y1 ബി x2 y2, എയും ഉണ്ട് ബിയും ഉണ്ട്. ഈ 2 പോയിന്റും കൂടെ കൂടി ചേരുന്ന ലൈൻ സെഗ്മെന്റിന്റെ പേരാണ് മക്കളെ ആര്, എ ബി എന്ന് പറയുന്ന പേര്. ഞാൻ എന്ത് ചെയ്യുന്നു, m1:m2 പറയുന്ന റേഷ്യോയില് ആ കാണുന്ന ലൈൻ സെഗ്മെന്റിനെ ഒരു പോയിന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് ആര്, പി എന്ന് പറയുന്ന പോയിന്റ്. ആ പി എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ്സ് എനിക്ക് അറിയില്ല. സോ നമുക്ക് എന്ത് വിളിക്കാം, എക്സ് വൈ എന്ന് വിളിക്കാം. സോ ഇത്തരത്തില് ഒരു ലൈൻ സെഗ്മെന്റിനെ ഒരു റേഷ്യോയില് ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെയാ വരെ നമുക്ക് നോക്കാം. നിങ്ങൾ കാണുന്നത്, ഇവിടെ കാണുന്നത് മക്കളെ x = y = പറയുന്നത് ഈ പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റും പി എന്ന് പറയുന്ന പോയിന്റിന്റെ വൈ കോർഡിനേറ്റുമാണ്. എന്താണ് എക്സ് വരിക, നോക്കിയ മക്കള്, എക്സ് എന്ന് പറയുന്ന സമയത്ത് m1 × x2 + m2 × x1 / m1 + m2 ആണ്. എന്താ വൈ കോർഡിനേറ്റ് വരിക, ശ്രദ്ധിക്കുക നിങ്ങൾ, m1 × y2 + m2 × y1 / m1 + m2 ആണ്. m1ന്റെ കൂടെ x2 ആയിരിക്കണം, m2ന്റെ കൂടെ x1 ആയിരിക്കണം. എക്സ് ആണ് ആവശ്യമുണ്ടെങ്കിൽ ഫുൾ എക്സ് മാത്രം, വൈ ആണെങ്കിൽ അതിൽ മൊത്തം വൈ ആയിരിക്കും. ആ രീതിക്ക് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. ഇക്വേഷൻ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. എപ്പോഴും എന്ത് ചെയ്യാറില്ല, പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറില്ല. പോയിന്റ് ഫൈൻഡിങ് സിമ്പിൾ ആണ്. മക്കൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇതിപ്പോ ചോദിക്കുന്നത് റേഷ്യോ ഫൈൻഡിങ് ആണെങ്കിലോ, അതായത് നമ്മളിത് പറയുവാണ്, എന്റെ കയ്യിൽ 2 പോയിന്റ് ഉണ്ട്, എയും ബിയും, 2 പോയിന്റ് x1 y1ഉം ഒന്ന് x2 y2ഉമാണ്. സോ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് പി ആണ്, ഇറ്റ് ഇസ് x, y പറഞ്ഞ പോയിന്റ് ആണ്. എനിക്ക് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാടാ, ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് റേഷ്യോ അറിയില്ലല്ലോ. മക്കൾ എന്ത് ചെയ്യണ്ട, m1:m2 എടുക്കേണ്ട ആവശ്യമില്ല. റേഷ്യോ അറിയാത്ത കേസിൽ, റേഷ്യോ ഫൈൻഡിങ്ങിന്റെ കേസിൽ മക്കൾ എന്ത് ചെയ്യുക, m1:m2 പകരമായിട്ട് k:1 എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ അപ്ലൈ ചെയ്തിരിക്കുന്ന പി എന്ന് പറയുന്ന പോയിന്റ് ഫൈൻഡിങ് ഇക്വേഷനിൽ m1 പകരം k കൊടുക്കുക, m2 പകരം എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും, ഇതുപോലെ മാറും. ദാറ്റ് ഇസ് k × x2 + 1 × x1 / k + 1ഉം അത് എക്സ് കോർഡിനേറ്റ് ആണ്. k × y2 + 1 × y1 / k + 1ഉം അത് വൈ കോർഡിനേറ്റുമാണ്. ഇതാണ് മക്കളെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ എക്സും വൈയും വരും. ഓക്കെ, അപ്പൊ റേഷ്യോ പറയുമ്പോൾ k:1 ആണ്. അപ്പൊ നമ്മൾ ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കെയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, മിഡ് പോയിന്റ് ഫോർമുലയാണ്. അപ്പൊ സ്പെഷ്യൽ കേസ് എന്ന് പറയാറുണ്ട്. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ലെങ്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 8 യൂണിറ്റ്സ് ആണെങ്കിൽ അതിന് മിഡ് പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഇത് 4 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തില് എന്റെ കയ്യിൽ ലൈൻ സെഗ്മെന്റ് എ ബി ഉണ്ടല്ലോടാ, x1 y1ഉം x2 y2ഉമാണ് 2 പോയിന്റ്സ് ഉള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, പി എന്ന് പറഞ്ഞ പോയിന്റ് ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്യുവാണ് ആ ലൈൻ സെഗ്മെന്റിനെ.
ഏത് റേഷ്യോയിലാണ്? 1:1 ആണ്. ഈ 1:1 പറയുമ്പോൾ എന്താ മീനിങ്? ഈക്വലി 2 ആക്കി ഡിവൈഡ് ചെയ്താണ് മീനിങ്. സോ ഇറ്റ് മീൻസ് ദാറ്റ് പി എന്ന് പറയുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആയിരിക്കും. ഈ ലെങ്ത് എ പിയും ഈ ലെങ്ത് ബി പിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് 1:1 റേഷ്യോ പറയുന്ന സമയത്ത് ഈക്വലി 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നതാണ് മീനിങ്. സോ എന്താണ്? പി പറയുന്ന പോയിന്റ് ഈക്വലി 2 പാർട്ടാക്കുക പറയുമ്പോൾ എന്താണ്? മിഡ് പോയിന്റ് ആവുമല്ലോ. സോ പി എന്ന് പറയുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഭയങ്കര സിമ്പിൾ ആണ്. 2 പോയിന്റ് ഉണ്ടല്ലോ ചുറ്റും, x1 y1 x2 y2. സോ മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? x1 + x2/2 ആണ്. y എന്താണ്? y1 + y2/2 ആണ്. ഇത്ര മാത്രമാണ് മക്കളെ ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക എല്ലാവരും. നിങ്ങൾ വിചാരിക്കും ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് ഇല്ലേ മിസ് ചോദിക്കരുത്. ഇത് കോൺസെപ്റ്റ് റിവിഷൻ ആണ്. കോൺസെപ്റ്റ് മാത്രമേ മിസ് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി മക്കൾ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 1 ഷോട്ട് റിവിഷൻ കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? PYQ സീരീസ് ഉണ്ട്, അത് കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലുള്ള മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ. ബൈ.